നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ എടവക്കൂർ, അതായത് കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാരുടെ ഫലങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പം എന്താണെങ്കിലും സന്തോഷസ്ഥിതിയാണ് ഈ നാളുകാർക്കൊക്കെ. അതാണൊരു പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ പുതിയ വർഷം ഈ നാളുകൾക്കൊക്കെ സന്തോഷം തരുന്ന വർഷമാണ്. പല വിധത്തിൽ ഗുണങ്ങൾ തരുന്ന വർഷമാണ്. ജോലി രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്ന വർഷമാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന വർഷമാണ്. രോഗാവസ്ഥകളിൽ നിന്നൊക്കെ മോചനം കിട്ടുന്ന സന്ദർഭവും സമയമൊക്കെ തന്നെ വർഷമാണ്. കുടുംബത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാവാൻ പറ്റിയ സാഹചര്യങ്ങൾ വന്നു ചേരും, അങ്ങനത്തെ ഒരു വർഷമാണ്. അതുപോലെ തന്നെ ദൂരയാത്രകൾ ചെയ്യാൻ സാധിക്കും, വിദേശ യാത്രകൾ ചെയ്യാൻ സാധിക്കും, വിദേശ ജോലി നോക്കുന്ന ആൾക്കാർക്ക് അത് സാധിക്കും, വിനോദയാത്രകൾക്ക് സാധിക്കും, അനവധി ആഘോഷങ്ങളിൽ പങ്കുചേരാനും ആഘോഷങ്ങൾ നടത്താനൊക്കെ സാധിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും അനുഗ്രഹവും എല്ലാം വന്നു ചേരുന്ന ഒരു വർഷമാണ് ഈ 2026 കാർത്തിക രോഹിണി മകീര നാളുകാർക്ക്. അപ്പോൾ അതൊരു സന്തോഷാവസ്ഥയാണ്. അത് പറയുന്ന നമുക്കും ഒരു സന്തോഷമാണ്. കാരണം കേൾക്കുന്നവന് നല്ല വാചകങ്ങളും നല്ല വാക്കുകളും സന്തോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അത് വലിയ കാര്യമല്ലേ എന്താണെങ്കിലും. അപ്പം അങ്ങനത്തെ ഒരു സമയത്തിലേക്കാണ് ഈ നാളുകാരുടെ പോക്ക്. അവരുടെ കുടുംബത്തിൽ സന്തോഷാവസ്ഥകളുണ്ടാവും. ഈ കാർത്തിക രോഹിണി മകീര നാളുകാരുടെ വീടുകളിൽ സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ആർക്കെങ്കിലൊക്കെ വിവാഹകാര്യങ്ങൾ നോക്കിയിട്ട് നടക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, കാർത്തിക രോഹിണി മകീര നാളുകാർ വിവാഹാധികാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ട് നടക്കാതെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ആവാതിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ വിവാഹകാര്യങ്ങളാവും. അതൊരു സന്തോഷസ്ഥിതിയാണ്. ജോലി കാര്യങ്ങളിൽ തടസ്സങ്ങളും സ്ഥിരതയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ നാളുകാർ. പല വിധത്തിൽ തടസ്സങ്ങളാണ്. ജോലിക്ക് സ്ഥിരത ഉണ്ടാവില്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുണ്ടെങ്കിലും അപകടങ്ങൾ, വീഴ്ചകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. ജോലി നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് ഈ കാർത്തിക രോഹിണി മകീര നാളുകാർ. അപ്പോൾ അവർക്കൊക്കെ അതിൽ നിന്നൊക്കെ മോചനമായി, ആ ദുരിതത്തിൽ നിന്നൊക്കെ മോചനമായി, അങ്ങനത്തെ സമയമായി. പിന്നെ പറയുകയാണെങ്കിൽ രോഗാവസ്ഥകളായിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അനവധി സ്ത്രീകൾക്കായിരുന്നു കൂടുതൽ. രോഹിണി മകീര നാളുകാർക്ക് അല്ലെങ്കിൽ കാർത്തിക രോഹിണി നാളുകാർക്കൊക്കെ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഉദരം വയറായിട്ട് സംബന്ധപ്പെട്ട് അസുഖങ്ങൾക്കുള്ള സമയം ഇരുന്ന് കഴിഞ്ഞു പോയത്. പിന്നെ കാലുകൾ കൊണ്ട് നടക്കാൻ പറ്റുന്ന അവസ്ഥ, ഏതെങ്കിലും രീതിയിൽ വേദനകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അവസ്ഥകളൊക്കെ ഇരുന്ന നാളുകാർക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനമായി. രോഗാവസ്ഥയിൽ നിന്നൊക്കെ മോചനം കിട്ടി, സന്തോഷാവസ്ഥയായി. പൂർണ്ണമായിട്ടൊക്കെ രോഗം ശമിക്കുന്ന അവസ്ഥ, രോഗം വരാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ആയി ഈ നാളുകാരുടെയൊക്കെ സമയം. പിന്നെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയൊക്കെ. ഈ ഭാഗ്യം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ലോട്ടറിയിലേക്ക് കയറി പിടിക്കും. ലോട്ടറി ഭാഗ്യം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ലോട്ടറി ആയേക്കാം. ഈ ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ധാരാളം കാശ് പണിയെടുക്കണം, കാശ് കൊണ്ട് ലോട്ടറി എടുത്ത് തീർക്കും. ഞാനെടുക്കുന്ന ആളാണ്, എന്നാലും എടുത്ത് വെറുതെ തീർക്കണ്ട. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഏത് രീതിയിലെങ്കിലും നമുക്കത് വന്ന് ചേരും. അതിപ്പോൾ ലോട്ടറി മുഖേനയാണെന്നില്ല, പൂർവീയ സ്വത്തായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബന്ധുമിത്രായുള്ള സ്വത്തുകളായിട്ടാണെങ്കിലും നമ്മളിത് വാങ്ങിച്ചങ്ങനെ കാശ് തിരിച്ച് തരുന്ന അവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിൽ കുറിയായിട്ടാണെങ്കിലും അങ്ങനെ പല മുഖേന പല വിധത്തിൽ നമുക്ക് ഭാഗ്യം വന്നു ചേരാവുന്നതാണ്. എന്താണെങ്കിലും അങ്ങനെയുള്ള ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന വർഷമാണ് ഈ നാളുകാർക്ക് ഈ സമയം എന്ന് പറഞ്ഞാൽ. ഈ വർഷം എന്ന് പറഞ്ഞാൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ സ്ഥലം വാങ്ങിക്കാൻ സാധിക്കും, പുതിയ വീട് വാങ്ങിക്കാൻ സാധിക്കും, പുതിയ വീട് വയ്ക്കാൻ സാധിക്കും, പുതിയ വാഹനം വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന വർഷമാണത്. പിന്നെ ഗൃഹത്തിൽ ഈ നാളുകാരുടെ സന്താനങ്ങൾക്ക് വിവാഹങ്ങളാവാത്തുണ്ടെങ്കിലും അവരുടെ വിവാഹങ്ങളാവാൻ സാധ്യതയുണ്ട്. പിന്നെ വിദേശത്ത് പോയി പഠിച്ച് ജോലിക്ക് നോക്കുന്ന ആൾക്കാർക്കൊക്കെ അതെല്ലാം ആവാൻ സാധ്യതയുണ്ട്. വിദേശ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. സാധ്യതയെന്നല്ല, ഉണ്ട്, അത്ര സംശയവും വേണ്ട. വിദേശ ജോലി കിട്ടാൻ അവസരം വരും, അത് കിട്ടും. അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാൻ പോകാൻ അവസരം കിട്ടും, അത് സാധിക്കും. അതുപോലെ തന്നെ വിദേശ ജോലി ഉണ്ടായിട്ട് അതിനകത്ത് മികവില്ലാത്ത ആൾക്കാർ, മെച്ചപ്പാടില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് മെച്ചപ്പാടാവും.
അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളൊക്കെ ഈ വർഷം വന്നു ചേരും ഈ നാളുകാർക്ക്. അതൊരു പ്രധാന ഘടകം. പിന്നെ പറയുകയാണെങ്കിൽ ഈ നാളുകാർ ഗൃഹത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ മാനസിക ക്ലേശങ്ങൾ അനുഭവിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ അലോഹ്യങ്ങൾ, സന്താനങ്ങളൊക്കെ ആയിട്ട് അലോഹ്യങ്ങൾ, നല്ല രീതിയിൽ കലഹങ്ങളൊക്കെ വന്ന് ഭിന്നമായിട്ടിരിക്കുന്ന അവസ്ഥയ്ക്കുള്ള ഒരുപാട് ഗൃഹങ്ങളുണ്ടായി. ആ ഭിന്നതയൊക്കെ മാറി യോജിക്കും, സന്തോഷിക്കും, സമാധാനം ലഭിക്കും, സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ് വന്നു തീർന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും പൊതുവേ നമുക്ക് നോക്കിയാൽ ഈ നാളുകാർക്ക് പൊതുവേ നല്ല രീതിയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ വന്നിട്ടുണ്ട്, ഈ വർഷത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വേണ്ടതിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് ഒരു ഘടകം കൂടിയുണ്ട്. നമുക്ക് കിട്ടുന്ന അവസരങ്ങളും നമുക്ക് കിട്ടുന്ന ആ ഭാഗ്യാനുഭവങ്ങളും അല്ലെങ്കിൽ ജോലിയിലുണ്ടാവുന്ന ഗുണങ്ങളൊക്കെ നമ്മൾ ഏറ്റവും വേണ്ട രീതിയിൽ, ഏറ്റവും ഉചിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം. അപ്പോൾ അതിനകത്തേക്കുള്ളൊരു മനസ്സെല്ലാവർക്കും വേണ്ട. സന്താനങ്ങൾക്ക് ഗുണമുണ്ടാവും, കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങളുണ്ടാവും. അങ്ങനെ പലവിധ ഗുണങ്ങളാണ് ഈ നാളുകാർക്ക് ഈ വർഷം പറയുന്നത്. എന്നാലും സങ്കടപ്പെടാനില്ല. വിവാഹാധികാരികൾ, സന്താനാധികാരികൾ, ഗൃഹത്തിൻ്റെ അവസ്ഥകൾ, വാഹനത്തിൻ്റെ അവസ്ഥകൾ, ജോലിയുടെ അവസ്ഥകൾ, സംരംഭകർക്ക് സംരംഭം തുടങ്ങാൻ പറ്റിയ അവസരങ്ങൾ, ഇവയെല്ലാം ഈ വർഷത്തിൽ വന്നു ചേരും, നടപ്പാക്കാൻ സാധിക്കും. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അത് നടക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാവും. നാട്ടിൽ സ്ഥിരതയില്ലാതെ ജോലി ആയിട്ട് നടന്നിരുന്ന ആൾക്കാർക്ക് സ്ഥിരതയാവും. ആ ജോലിയിലൊക്കെ പ്രമോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മേൽക്കയറ്റുണ്ടാവാൻ സാധ്യതയുണ്ട്, സ്ഥിരതയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ വിനോദ യാത്രക്കൊക്കെ സാധ്യതയുണ്ടാവും. ധാരാളം സ്ഥലങ്ങളിലൊക്കെ കുടുംബമായിട്ടും അല്ലാതെയൊക്കെ വിനോദയാത്രകൾ ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ട്. അപ്പം അങ്ങനെ പൊതുവേ പറഞ്ഞാൽ ഈ കാർത്തിക രോഹിണി മകയിര നാളുകാർക്ക് സന്തോഷാവസ്ഥകളാണ് ഈ വർഷം. ഇനി പോട്ടെ, ഇനി ചില ആൾക്കാർക്ക് അഥവാ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് സാമ്പത്തിക ക്ലേശങ്ങൾ, കുടുംബത്തിലെ അലോഹ്യങ്ങൾ, വിവാഹം നടക്കാത്ത അവസ്ഥകൾ, ജോലി രംഗത്ത് തടസ്സങ്ങൾ, ആരോഗ്യസ്ഥിതി മോശം, അങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും ഈ നാളുകാർ ഒന്ന് മഹാദേവൻ്റെ പോയി ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. മഹാദേവൻ്റെ പോയിട്ട് പ്രദോഷ പൂജയോ അതല്ലാന്നുണ്ടെങ്കിൽ ജലധാര, ഗോളമാല എന്തെങ്കിലും വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. ഒരു ഒന്നര പ്രാവശ്യങ്ങൾ പോയി കഴിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ അതുപോലെ തന്നെ ഗുരുവായൂർ ഒന്ന് പോയി പ്രാർത്ഥിക്കുക. ഗുരുവായൂർ ഭഗവാന്റെ പോയി ഒരേപോലെ കദളിപ്പഴം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ ചോറ്റാനിക്കലൊന്ന് പോയി കീഴ്ക്കാവിൽ മേൽക്കാവിലൊക്കെ എന്തെങ്കിലും വഴിപാട്, അർച്ചനാദി വഴിപാടുകൾ എന്തെങ്കിലും കഴിച്ച് പ്രാർത്ഥിക്കുക. അപ്പം ഇവരനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം കിട്ടും, ഒരു സംശയം വേണ്ട. ഈ നാളുകാർ ബുദ്ധിമുട്ട്, രോഗാദുരിതങ്ങൾ, ആപത്തുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം കിട്ടും. പക്ഷെ ഇപ്പം അതൊക്കെ മാറി, അനുഭവിക്കുന്ന ആൾക്കാരുണ്ടായി, അവരുടെ അവസ്ഥയൊക്കെ മാറി. അനവധി ബുദ്ധിമുട്ട്, സങ്കടങ്ങൾ, കുടുംബത്തിൽ സങ്കടങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ ഉണ്ടായി. അവരുടെ അവസ്ഥ മാറി, സംശയം വേണ്ട, മാറി വന്നുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഒട്ടും മാറാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വഴിപാടുകൾ കഴിച്ചൊന്ന് പ്രാർത്ഥിക്കുക. മഹാദേവന് വഴിപാട് വെച്ച് പ്രാർത്ഥിക്കുക. ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കുക. ചോറ്റായിക്കര പോയിട്ട് കിഴക്കാലും മേൽക്കാലൊക്കെ അർച്ചനാദി കാര്യങ്ങളൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ഇതിനൊക്കെ മോചനം കിട്ടും. മഹാദേവനെ എപ്പോഴും പ്രീതിപ്പെടുത്താൻ നല്ലത് പ്രദോഷ ദിവസത്തെ പൂജകൾ കഴിച്ച് പ്രാർത്ഥിക്കുക. പ്രദോഷത്തിന് അഭിഷേകം കഴിച്ച് പ്രാർത്ഥിക്കുക. ജലധാര വിശേഷം, കരിക്കഭിഷേകം വിശേഷം, ഇങ്ങനെയൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലൊക്കെ ഇതിലൊക്കെ പ്രീതി നമുക്ക് വയ്പ്പറ്റാൻ സാധിക്കും. പിന്നെ പറയാനുള്ളത്, എല്ലാവരും കുടുംബമായിട്ട് ആഴ്ച ഒരു ദിവസമെങ്കിലും അടുത്ത ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സെല്ലാവർക്കും ഉണ്ടാവണം. സന്താനങ്ങളൊക്കെ ഭക്തിമയത്തിലേക്ക് പോകണം, ഭക്തിവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണം. അതിനായിട്ട് സാധിക്കുന്ന എല്ലാവർക്കും സാധിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന സമയം തന്നെ എനിക്ക് കിട്ടുന്നുള്ളൂ, എനിക്ക് കിട്ടുന്ന സമയം തന്നെ മുഖ്യമന്ത്രിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് പരിശ്രമിക്കുക. എന്താണെങ്കിലും ആഴ്ച ഒരു ദിവസം എന്താണെങ്കിലും നിർബന്ധമായിട്ട് കുടുംബമായിട്ട് ക്ഷേത്രത്തിൽ പോയി അടുത്ത ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം. കുട്ടികളായിട്ട് പോകണം, ഭാര്യയായിട്ട് പോകണം, ഭർത്താവിനായിട്ട് പോകണം, മാതാപിതാക്കളായിട്ട് പോകണം. അങ്ങനെ എല്ലാവരുമായിട്ട് കുടുംബമായിട്ട് പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ കുറച്ച് തവണ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഗുണങ്ങളും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും എല്ലാ ഗൃഹത്തിൽ വന്ന് ചേരും, ഒരു സംശയമില്ല. എല്ലാവർക്കും ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മൾ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. എന്തെങ്കിലും കാര്യത്തിൽ നമുക്കറിയാവുന്നത് നമ്മൾ പറഞ്ഞു തരും. കമൻറ്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും.
ഒരുപാട് അറിവുള്ളതാണെന്നല്ല, അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. അല്ലെങ്കിൽ നമുക്കറിയില്ലാതെ നമ്മൾ അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരും, സംശയമില്ല. എല്ലാവർക്കും ഭഗവാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.